വഴി കുത്തന്നൂരിലേക്കുള്ള റോഡ് പൊളിച്ചിട്ട് 2 വർഷം വാഹനം തടഞ്ഞ നാട്ടുകാർ. പൊതുമരാമത്ത് റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും പൊളിച്ചിട്ട നിലയിലാണ്. ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്നതിനായി 2 വർഷം മുമ്പ് പൊളിച്ചിട്ടതാണ് ഇപ്പോഴും നന്നാക്കാത്തതെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി കോറികൾ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായി നിരവധി വാഹനങ്ങളാണ് കല്ലും എംസാൻഡും മണ്ണും മറ്റും കയറ്റി നിത്യേന കടന്നു പോകുന്നത്. ഇത് സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ റോഡ് നന്നായി നേരാക്കി തരണം. ആ നിറങ്ങമ്പാറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് നിയമമില്ല. ഞങ്ങളുടെ ആലത്തൂർ വട്ടത് അവിടെയാണ്. അവിടെ നിങ്ങണ്ട് ഈ ആലത്തൂർ വരെ ഞങ്ങൾക്ക് ഈ റോഡ് നേരാക്കി തരണം, ടാറിങ് ഇട്ട് തരണം. അതിനുശേഷം ഇവിടെ വണ്ടി ഓടാൻ പറ്റുള്ളൂ. അതും പല വിധത്തിലുള്ള വണ്ടികൾ ഓടാൻ പറ്റില്ല. ശരിക്കും പാകത്തിനുള്ള കല്ല് കയറ്റി അതും കൊണ്ട് സമാധാനത്തിൽ പോവുക. വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾക്കൊന്നും പരിക്ക് പറ്റാതെ വണ്ടി കൊണ്ടുപോവുക. അല്ലാതെ ഞങ്ങൾ ഈ വണ്ടി ഇവിടെ പോകാനായിക്കില്ല. അതിൻ്റെ ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വണ്ടി ഇവിടെ വിടുകയുള്ളൂ, ഈ വണ്ടിയും വിടുകയുള്ളൂ. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് നാട്ടുകാർ ലോഡ് കയറ്റി വന്ന വാഹനം തടഞ്ഞത്. റോഡ് നന്നാക്കിയ ശേഷം മാത്രമേ വാഹനയാത്ര അനുവദിക്കൂ എന്നാണ് അവരുടെ നിലപാട്. കോൺട്രാക്ടറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ ടാറ് കിട്ടിയില്ല. ഒരു യുദ്ധം വന്നത് കാരണം അവിടെ ഭയങ്കര ബുദ്ധിമുട്ട്, ഗ്യാസിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു ലോഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയ്ക്കേ കിട്ടുകയുള്ളൂ. ഫസ്റ്റ് പണി ഇവിടുത്തെ തുടങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇത് ഇപ്പോൾ അവരിങ്ങനെ പറയുകയാണെങ്കിൽ കൂടി നമ്മൾക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മൾ ഈ പൊടി ഇത്രയും വണ്ടികൾ മിനിറ്റിന് വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ഈ റോഡുകളെല്ലാം നേരാക്കിയതിന് ശേഷം വണ്ടി ഓടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പൈപ്പ് ലൈൻ എടുക്കാൻ തുടങ്ങിയ മുതൽക്ക് ഈ റോഡ് കേടുവന്ന് കിടക്കുകയാണ്. എല്ലാവിടെയും കുത്തിയിട്ടും പുഴക്കിയിട്ടും ചാലാക്കിയിട്ടും കുണ്ടാക്കിയിട്ടും ഇത് ചെയ്ത് കിടക്കുകയാണ്. അതിൽ പിന്നെ ഈ റോഡിലൊന്നും ആരും ചെയ്യാൻ വന്നിട്ടില്ല. നമ്മൾ പറയും ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഞങ്ങൾ ഈ മണ്ണ് തിന്നിട്ടാണ് ഇരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞാലും അത് അവർ ചെവി കൊള്ളുന്നില്ല ഈ പറയുന്ന ആൾക്കാരിനെ കൊണ്ട്. അപ്പോൾ ഇന്ന് സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ എൻ്റെ കുട്ടി ഞാനും കൂടിയിട്ട് ഈ വണ്ടി തടുത്തത്. ഇത് അവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് വന്ന് വണ്ടി എൻ്റെ കുട്ടി കാര്യങ്ങൾ പറഞ്ഞ് വണ്ടിക്കാരനെ കൊണ്ട് തടുത്തിട്ട് തന്നെ പറഞ്ഞോളൂ. 20ഓളം വരുന്ന പ്രദേശവാസികളാണ് ലോറി തടഞ്ഞത്. അനധികൃത കോറികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ടാറിങ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ ആ ടാറിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അത് ശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു 3 വീടുകാർ വാടകയ്ക്ക് ഇരിക്കുകയാണ് അവൻ്റെ സൗകര്യത്തിൽ. അപ്പോൾ ഇത് കഴിഞ്ഞാലേ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. ഇത് കഴിയാണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ എനിക്കെതിരാവും. പിന്നെ എൻ്റെ കുട്ടിയും ഞാനും ഒക്കെ പൊടിൻ്റെ അലർജി കൊണ്ടും ഈ ടാറിൻ്റെ മിക്സിങ്ങിൻ്റെ അവിടെ ഓപ്പോസിറ്റ് വീട്ടിൽ ടാറിങ് മിക്സിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പോൾ ആസ്മ പേഷ്യൻ്റാണ് ഞങ്ങൾ. ഇപ്പോൾ മറ്റേത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ടിൻ്റെ. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ട്. പൊടി പറഞ്ഞ നിസ്സാര പൊടിയല്ല ഇവിടെ ഇഷ്ടം പോലെ കോറികളാണ്. ഇത് എന്തൊക്കെ രീതിയിലാണ് നടക്കണമെന്നൊന്നും ഒരു പിടുത്തമില്ല. ഗുണ്ടായിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവണ്ട? ഇതൊക്കെ ശരിക്കും ഒരു അന്വേഷിക്കണം. ഇത് എന്തൊക്കെയാണ് ഇവിടെ, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഇവർക്കൊരു ലൈസൻസ് ഉണ്ടോ, ഇവർക്ക് എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്നൊന്നും ഇവിടെ ആരെങ്കിലും ഒരാൾ എതിരെ നിന്ന് കഴിഞ്ഞാൽ അവരെ ഇല്ലാണ്ടാക്കുകയാണ്. മനസ്സിലാവണ്ട? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് വൃത്തിയായി കിട്ടണം. പിന്നെ വരുന്ന വണ്ടികൾ അറമുറയെന്ന് വരാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഇവിടെ മർത്തുണ്ടാവും, അത് നോക്കണം. വണ്ടികൾ ഒരുപാട് കല്ല് നിറച്ച് തലയ്ക്ക് മീതെ കല്ല് വെച്ചിട്ട് ഈ വഴിക്ക് വരാൻ പറ്റില്ല. പാകത്തിനുള്ള കല്ല് വെക്കുക, കൊണ്ടുപോവുക. ഒരു വണ്ടി വന്നാൽ ആ വണ്ടിൻ്റെ ഒപ്പം പിന്നിൽ തന്നെ ഉണ്ടാവും വേറൊരു വണ്ടി. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അപ്പം തന്നെ ഉണ്ടാവും അതേപോലെയുള്ള 2 വണ്ടികൾ. അവിടെ മാറും ഒരു മനുഷ്യൻ, ഒരാൾ നടന്നു പോകുമ്പോൾ ആ ആൾ എവിടേക്കാണ് മാറേണ്ടത്, അതും കൂടി ഞങ്ങൾക്കറിയണം. പൊതുമരാമത്ത് വകുപ്പ് കുടിവെള്ള പദ്ധതിക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.